ക്രീം ബിസ്ക്കറ്റ് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. നമ്മുടെ കുട്ടികൾക്കെല്ലാം നമ്മൾ സ്ഥിരമായി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ്. ഈ ക്രീം ബിസ്ക്കറ്റിന്റെ സ്പെല്ലിംഗ് എന്താണ്? ക്രീം, CREAM അല്ലേ. പക്ഷെ ആ ബിസ്ക്കറ്റിന്റെ പാക്കറ്റിൽ നോക്കിയാൽ എഴുതിയിരിക്കുന്നത് CREME എന്നാണ്. മിക്ക പാക്കറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന പല പാക്കറ്റും വീട്ടിലുള്ള പാക്കറ്റെല്ലാം എടുത്ത് നോക്കിയാൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന സ്പെല്ലിംഗ് വ്യത്യാസമാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതായത് ക്രീം ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ആ ക്രീം നമ്മുടെ മിൽക്ക് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ മിൽക്ക് കൊണ്ടോ ഉണ്ടായിരിക്കണം, പാല് കൊണ്ടോ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ കൊണ്ടോ ഉണ്ടാക്കിയത് ആയിരിക്കണം ക്രീം എന്നാണ് നിയമം ഉള്ളത്. അപ്പം 20% മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ക്രീം എന്ന് എഴുതാം. പക്ഷേ അത് ഇല്ലെങ്കിൽ ആ ക്രീം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഫ്രഞ്ച് വാക്കായിട്ടുള്ള ക്രെം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, CREME. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രീം എന്ന് ആൾക്കാർ വിചാരിക്കുകയും ചെയ്യും. പക്ഷേ അവിടെ മിൽക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? അവർ വെജിറ്റബിൾ ഓയിൽ, അതുപോലെ വെജിറ്റബിൾ ഫാറ്റ്, അതുപോലെ തന്നെ കളറും പഞ്ചസാരയും മാത്രമാണ് ആ ക്രീമിനുള്ളത്. ഇതാണ് കുട്ടികൾ ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ക്രീം ബിസ്ക്കറ്റ് എന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കുന്നത് പാൽ ഉൽപ്പന്നമാണെന്ന് വിചാരിച്ചാണ് കഴിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അതിൻ്റെ അകത്തുള്ളത് വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ അമിതമാകാതിരിക്കാൻ നോക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ പാക്കറ്റ് എടുത്ത് ഒന്ന് തിരിച്ച് അതിൻ്റെ ബാക്കിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ചു നോക്കുക. അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വെജിറ്റബിൾ ഓയിലാണ്, അതുപോലെ തന്നെ പഞ്ചസാരയാണ്, ധാരാളം കളറിങ് ഏജൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് പല തരത്തിലുള്ള അസുഖങ്ങളും കുട്ടികൾക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.